ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോരുകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്, തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു മോരുകറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നോർമൽ റൈസിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അതുപോലെ ട്രൈ ചെയ്തിട്ട് ചിലപ്പം ഇത് ഒത്തിരി പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പോൾ അറിയുന്നവരൊക്കെ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഏറ്റവും അധികമാണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഇച്ചിരി പുളിയുള്ള തൈര് എടുക്കണേ, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തേ ഉള്ളൂ. അപ്പോൾ അത് തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്തെങ്കിലും സ്പൂണോ എന്താ നിങ്ങളുടെ കൈയുള്ളതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം ഒന്ന് 1/2 കപ്പ് വെള്ളം അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കട്ടകളൊക്കെ ഉടച്ച് നമുക്ക് നന്നായിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം അന്നേരം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ പിന്നീട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി ഇപ്പം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് സ്മൂത്തായിട്ട് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. അത് നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കടുകിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ നമുക്കാണെങ്കിൽ അതിനകത്ത് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്താണെങ്കിൽ ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചാൽ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഉണക്കമുളക് ഒരു 3 ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ സോത്തേ ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം സോത്തേ ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ഞാൻ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് സോത്തേ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ തക്കാളിയൊക്കെ വെന്ത് വരാനായിട്ടും പിന്നെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒന്നും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാവരുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വരണേ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. മസാല ഒന്നും കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. തൈര് ഒഴിച്ച് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൈര് ഉടച്ച് വെച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആ കപ്പിന് 250 ml കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ പിന്നെയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രം എടുക്കുന്ന കട്ടോരിയോ ഗ്ലാസ് എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കണേ. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.